ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നീലിമയുടെ കയ്യിൽ നിന്നും 55 ലക്ഷം രൂപ മേടിച്ചെടുക്കുകയാണ്. പക്ഷെ ആ പണവുമായിട്ട് കാനഡയിലേക്ക് പോവാന്ന് വിചാരിക്കുകയാണ് നമ്മുടെ സുധി. എന്നിട്ട് ആ ഏജൻസിക്ക് പണം കൊടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും സുധിയുടെ സ്ഥാനത്ത് മറ്റൊരാള് ആ ജോലിയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആകെ വിഷമത്തിൽ നിൽക്കുകയാണ് നമ്മുടെ സുധി. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. പുറത്തെത്തിയ സുധി ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ. സുധി ഫീൽ ചെയ്യണ്ട എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് സുധി തിരിച്ച് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടൈം കഴിയാനായി എന്നുള്ള കാര്യം. ഇപ്പോ മൊത്തമായിട്ടും പോവുകയും ചെയ്തു. പണം ഉണ്ടായിട്ടും ജോലി കിട്ടിയില്ല. കാനഡയെ കുറിച്ചുള്ള സ്വപ്നങ്ങളെല്ലാം വെറുതെയായി. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്നുള്ള കാര്യം അറിയില്ല. ശരി സുധി, ഇനി വീണ്ടും അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താവാനാ? അത് വിട്ടേക്ക്. ജോലി ഇല്ലെങ്കിൽ എന്താ, ഇപ്പോ 30 ലക്ഷം രൂപ പണം നമ്മുടെ കയ്യിലില്ലേ? ബിസിനസ് ചെയ്യാൻ വേണ്ടിട്ട് ഇത്രയും പണം മതിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഈ പണം കൊണ്ട് എന്ത് ബിസിനസ് ആണോ ചെയ്യാൻ വേണ്ടി പറ്റുക അത് നമുക്ക് ചെയ്യാം. അപ്പോ വീട്ടിലെന്താ പറയാന്നുള്ള കാര്യം സുധി ചോദിക്കുമ്പോ എന്തായാലും നമ്മൾ നീലിമയുടെ കയ്യിൽ നിന്നാണ് പണം മേടിച്ചതെന്നുള്ള കാര്യം പറയണ്ട. അപ്പോ പണം എവിടുന്നാന്നുള്ള കാര്യം ചോദിക്കില്ല എന്ന് സുധി ചോദിക്കുമ്പോ എന്റെ അച്ഛൻ അയച്ചു തന്നുള്ള കാര്യം പറഞ്ഞാൽ മതി. അതിന് നിന്റെ അച്ഛൻ ജയിലിലല്ലേ, അവരെങ്ങനെ അയച്ചു തരാന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാല് അതൊക്കെ ഞാൻ പറഞ്ഞോളാം, ഏതെങ്കിലും ഒരു ഫ്രണ്ട് അയച്ചു തന്നാന്ന് പറഞ്ഞാൽ മതി. ഇതൊക്കെ വിശ്വസിക്കൂ എന്നുള്ള കാര്യം സുധി ചോദിക്കുന്ന സമയത്ത് വിശ്വസിക്കുന്ന രീതിയിൽ പറഞ്ഞാൽ മതി. എന്തായാലും അച്ഛൻ 55 ലക്ഷം രൂപ അയച്ചു എന്നുള്ള കാര്യത്തെ കുറിച്ചൊന്നും പറയണ്ട, ഒരു 20 ലക്ഷം ഒക്കെ പറഞ്ഞാൽ മതി. ബാക്കി പണം അയച്ചു തരുമെന്ന് പറഞ്ഞാൽ മതി. നീ എന്തൊക്കെയോ പറയുന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള കാര്യം സുധി പറയുമ്പോ സുധി സൈലന്റ് ആയിട്ട് നിന്നാ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, വാ പോവാ എന്ന് പറഞ്ഞിട്ട് സുധിയും കൂട്ടിട്ട് ശ്രുതി അവിടെ നിന്ന് പോവാണേ. തുടർന്ന് സുധിയും ശ്രുതിയും കൂടി ചേർന്ന് വീട്ടിലെത്തുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. കയ്യിൽ ഒരുപാട് കവറൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അമ്മയെന്ന് വിളിച്ചും കൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെ സുധി വരുന്നത്. ആദ്യം രവിയാണ് അവരെ കാണുന്നത്. ഇതെന്താണ് ദീപാവലി പർച്ചേസ് ഒക്കെ കഴിഞ്ഞതുപോലെ കവറൊക്കെ പിടിച്ച് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പർച്ചേസ് കഴിഞ്ഞ് വരികയാണ് അച്ഛാ. ഇത് കേട്ടോണ്ടാണ് കേട്ടോ നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത്. പർച്ചേസോ? ഇപ്പൊ ദീപാവലി ഓണം വിഷു ഒന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അമ്മേ, ഞങ്ങൾക്ക് ദീപാവലി വന്നു, ഞങ്ങളുടെ ലൈഫിൽ സെലിബ്രേഷൻ വന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ആദ്യം എന്താ കാര്യം എന്ന് വെച്ചാല് അത് പറയാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ രവി. അപ്പോഴേക്ക് സച്ചി വരുന്നുണ്ട് കേട്ടോ. ശ്രുതിയാണ് സന്തോഷ വാർത്ത എല്ലാവരും അറിയിക്കുന്നത് കേട്ടോ. അച്ഛന് എനിക്ക് വേണ്ടിയിട്ട് 15 ലക്ഷം രൂപ അയച്ചു തന്നു എന്നുള്ള കാര്യം ശ്രുതി എല്ലാവരുടെ മുമ്പൊന്നും പറയാണേ. എന്താ ശ്രുതി പറഞ്ഞത്? നിന്റെ അച്ഛൻ പണം അയച്ചു എന്നോ? അതേന്ന് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് രവി ചോദിക്കുന്നത്, നിന്റെ അച്ഛൻ ജയിലിലാന്നല്ലേ പറഞ്ഞത്, അവര് പുറത്തു വന്നോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചന്ദ്രമതി ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ട്, എന്താ ശ്രുതി, നിന്റെ അച്ഛൻ പുറത്തു വന്നോ? കണ്ടില്ലേ, ചെയ്ത പരിഹാരത്തിന് ഫലം കിട്ടിയിട്ടുണ്ട്. ഇല്ല ആന്റി, അച്ഛൻ ഇപ്പോഴും ജയിലിൽ തന്നെയാ ഉള്ളത്. അച്ഛൻ ജയിലിൽ തന്നെയാന്നുള്ള കാര്യം കേൾക്കുമ്പോൾ അച്ഛൻ ജയിലിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പണം അയക്കുക എന്നുള്ള കാര്യം ചോദിക്കാണ് കേട്ടോ നമ്മുടെ സച്ചി. ജയിലിൽ എന്താ ബാങ്ക് എന്തെങ്കിലും ഉണ്ടോ? അച്ഛൻ ജയിലിൽ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ എനിക്ക് തരാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച പണം എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ അപ്പോൾ അവര് ജയിലിൽ പോകുന്നുള്ള കാര്യം അവർക്ക് നേരത്തെ അറിയായിരുന്നോ എന്നുള്ള കാര്യം സച്ചിയുടെ ചോദ്യം കേൾക്കുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട് കേട്ടോ, ഇതൊരു ഗുഡ് ക്വസ്റ്റ്യൻ ആണ് എന്നുള്ള കാര്യം. താങ്ക് യു എന്ന് സച്ചിയും. ഇപ്പൊ എന്തിനാ എല്ലാവരും ഇത്രയും ചോദ്യം ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ശ്രുതി ചോദിക്കുന്ന സമയത്ത് ജയിലിൽ നിൽക്കുന്ന ഒരാൾ എങ്ങനെയാ പണം അയക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് കേട്ട എല്ലാവരും ചോദ്യം ചെയ്യുക തന്നെയല്ലേ ഏട്ടാ ചെയ്യാന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ടേ. അവര് ജയിലിലേക്ക് പോകുന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് ഒന്നും മാറ്റിവെച്ച് എടുത്തിട്ട് പോയതല്ല. അച്ഛൻ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വേണ്ടിയിട്ട് 15 ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞിട്ട് ഇളയച്ചനെ ഏൽപ്പിച്ചതാണെന്നുള്ള കാര്യം പറയുന്ന സമയത്ത് നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇളയച്ചൻ നേരിട്ട് വരുന്ന സമയത്ത് കൊണ്ടുവരേണ്ടതല്ലേ എന്ന്. അത്രയും പണമൊന്നും ക്യാഷ് ആയിട്ട് ഫ്ലൈറ്റിൽ എടുത്തോണ്ട് വരാൻ വേണ്ടി പറ്റില്ല എന്നും അതിനൊരു ലിമിറ്റ് ഉണ്ട്. അച്ഛൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഇളയച്ചനടുത്ത് ഏൽപ്പിച്ചതായിരുന്നു. അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തത് പോകുന്ന ആ ഒരു ഇതില് ഇളയച്ചന് മറന്നു പോയതാണ്. ഇത് കേൾക്കുമ്പോൾ ഇളയച്ചൻ മുട്ടയടിച്ചിട്ട് പഴനിക്ക് പോയി എന്നുള്ള കാര്യത്തെ കുറിച്ചല്ലേ പറഞ്ഞത്. അവരെങ്ങനെ പണം അയക്കുക എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവരുടെ ഫ്രണ്ട് മൂലമാണ് അയച്ചത്, മതിയോ എന്നുള്ള കാര്യം ചോദിക്കാനുണ്ടോ ശ്രുതി. തുടർന്ന് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, അമ്മേ, ശ്രുതിയുടെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പണം അയച്ചു, അതിൽ സന്തോഷപ്പെടുകയല്ലേ വേണ്ടത്, അല്ലാതെ ഇവൻ എന്തിനാ ഇത്രയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവന്റെ ഭാര്യ വീട്ടിൽ നിന്ന് ഒന്നും വരുന്നില്ലല്ലോ, അതിന്റെ അസൂയ കൊണ്ട് സംസാരിക്കുന്നതാണടാ. അല്ല, ശരിക്കും 15 ലക്ഷം രൂപ അയച്ചു എന്ന് വീണ്ടും സംശയം തീർക്കാൻ വേണ്ടി ചന്ദ്രമതി ചോദിക്കുന്നുണ്ടേ. അതെ അമ്മേ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് വന്നിരിക്കുന്നത്. ദൈവമേ, നീ കണ്ണു തുറന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണേ ചന്ദ്രമതി. ഇത് കേൾക്കുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, അപ്പൊ ഇത്രയും നാള് ദൈവം എന്താ കണ്ണു മൂടിയിട്ടായിരുന്നോ എന്നിട്ടുണ്ടായിരുന്നത്? തുടർന്ന് ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ രവിക്ക് അരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, രവിയേട്ടാ കണ്ടില്ലേ, ഞാന് ശ്രുതിയെ കൂട്ടിക്കൊണ്ടുപോയിട്ട്
അമ്പലത്തിൽ നിന്ന് കാപ്പ് കെട്ടിയിട്ട് വ്രതം എടുപ്പിച്ചതിനൊക്കെ ഫലം കിട്ടി. ജയിലിലുള്ള മനുഷ്യൻ നമുക്ക് വേണ്ടിയിട്ട് പണം അയച്ചു തന്നു. അവരുടനെ തന്നെ പുറത്തു വരും, നോക്കിക്കോ. അതെ, എന്തായാലും ഇത് നല്ലതിനാണെന്നുള്ള കാര്യം സച്ചി പറയുന്ന സമയത്ത് ആർക്ക് നല്ലതിനെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. നീ അച്ഛൻ്റെ അടുത്ത് നിന്ന് 50 ലക്ഷം രൂപയല്ലേ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്? എന്തായാലും ഇപ്പൊ ഇത്രയും പണം വന്നില്ലേ, അത് അച്ഛന്റെ കയ്യിലേക്ക് കൊടുക്കാൻ വേണ്ടി പറയുമ്പോഴേക്കും ശ്രുതി ആകെ പെട്ട അവസ്ഥയിലാവാണ് കേട്ടോ. ശ്രുതിയുടെ നിപ്പ് കണ്ടിട്ട് സച്ചി വയ്ക്കുന്നുണ്ട്. എന്താടാ ഇത്, അച്ഛന് വന്ന് ചേരേണ്ട പണമല്ലേ? നീ അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തൊക്കെ മറന്നു പോയോ? അതില് എന്റെയും അതുപോലെ ശ്രീകാന്തിന്റെയും ഷെയർ ഉണ്ട്. എന്താ ശ്രീകാന്തെ നീ മിണ്ടാതിരിക്കുന്നത്? നീ ചോദിക്കണ എന്ന് പറയുന്ന സമയത്ത് അത് അവരുടെ അച്ഛൻ അയച്ച പണമല്ലേ, അത് നമ്മൾ എടുക്കുന്നത് ഒട്ടും ശരിയല്ല സച്ചിയേട്ടാ എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുമ്പോൾ, ശരി നമ്മൾ എടുക്കണ്ട, പക്ഷെ അച്ഛന് വന്ന് ചേരേണ്ട പണം കിട്ടണല്ലോ, അച്ഛന് കൊടുക്കാൻ വേണ്ടി പറ. ഇപ്പോഴാണ് ശ്രുതിയുടെ അച്ഛൻ മുറ പോലെ ഒരു കാര്യം ചെയ്തത്. അതിനിടയ്ക്ക് നീ കുത്തിത്തിരിപ്പുണ്ടാക്കണ്ട. രേവതി അവനെ കൂട്ടിയിട്ട് പോയെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചിയെ വലിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. വീട് രേവതി, എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരും നോക്കണ്ട. ഇത് അച്ഛന് വന്ന് ചേരേണ്ട പണമാണ്, അത് അച്ഛന് കിട്ടിയേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ സച്ചിയേട്ടൻ ചോദിക്കുക എന്നുള്ള കാര്യം പറയാനുണ്ട് രേവതി. നീ എന്താടി പറഞ്ഞെന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതിയുടെ അടുത്ത്. അമ്മേ, അവരവരുടെ ഏട്ടന്റെ അടുത്താണ് സംസാരിക്കുന്നത്, ചോദിക്കുന്നതും. ഇതില് ഞാൻ എന്ത് പറയാനാണ്? എന്തായാലും അച്ഛന് പണം തിരികെ കൊടുക്കണല്ലോ. അമ്മേന്റെ തല തൊട്ടിട്ടല്ലേ സത്യം ചെയ്തത്? കറക്റ്റ് രേവതി, ഇപ്പോഴാണ് നീ പോയിന്റ് സംസാരിക്കുന്നത്. അച്ഛന് കിട്ടേണ്ട പണം മേടിച്ചിട്ട് അച്ഛൻ ബാങ്കിലിട്ടോളൂ. ഇത് കേൾക്കുമ്പോ രവി പറയുന്നുണ്ട്, എടാ പണം എടുത്തോണ്ട് പോയിട്ട് തൊലച്ചത് ദാ ഇവനാണ്, ഏതോ ഒരു പെണ്ണ് എടുത്തോണ്ട് പോയി എന്നാണ് പറയുന്നത്. ആ പണം ഇപ്പൊ ഉണ്ടോ ഇല്ലയോ? ഇത് കേൾക്കുമ്പോ നമ്മുടെ ശ്രുതിയും മുഖത്തോട് മുഖം നോക്കുവാണ്. ഈ പണം ശ്രുതിക്ക് വേണ്ടിയിട്ട് അവളുടെ അച്ഛൻ അയച്ച പണമാണ്, അത് ശ്രുതിയുടെ വീട്ടിലെ പണമാണ്. അത് നമ്മൾ വാങ്ങണമെന്ന് വിചാരിക്കുന്നത് നമുക്കാണ് നാണക്കേട്. നമ്മൾ അധ്വാനിച്ച പണം നമുക്ക് വരാം. നമ്മുടെ വീട്ടിലേക്ക് ജീവിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന പെണ്ണിന്റെ കയ്യിൽ നിന്ന് പണം മേടിക്കുന്നത് തെറ്റാണടാ. അത് അവര് തന്നെ വെച്ചോട്ടെ. അച്ഛൻ ഇത്രയും നന്മമാരായതുകൊണ്ടാണ് അച്ഛനെ എല്ലാരും കബളിപ്പിക്കുന്നത്. അച്ഛൻ ഇത്രയും നല്ലവനാവാൻ വേണ്ടി പാടില്ല അച്ഛാ. എടാ, നല്ലവനായിട്ട് ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ മനസാക്ഷി പ്രകാരം നമ്മൾ ജീവിക്കണം നല്ല ജീവിതം. അത് കഴിഞ്ഞ് ശ്രുതി പറയുന്നുണ്ട്, അച്ഛന്റെ പണമൊന്നും എടുത്തിട്ട് ഞാൻ ഓർഡറൊന്നും ഒരിക്കലും വിചാരിക്കുന്നില്ല. ഈ പണം വെച്ചിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നാ വിചാരിക്കുന്നത്. ആണോ ശ്രുതി എന്ന് ഭയങ്കര സന്തോഷത്തോടുകൂടി ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെ അമ്മേ, ഇത്രയും കാലം പണം ഇല്ലാത്തതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നില്ല. എന്നാ ഇപ്പോ ഈ പണം ശ്രുതി എനിക്ക് ബിസിനസിന് വേണ്ടിയിട്ട് തരാമെന്ന് പറഞ്ഞു. ഇത് വെച്ച് സമ്പാദിച്ച് അച്ഛന് വന്നു ചേരേണ്ട പണം ഞാൻ കൊടുക്കും. ഇത് മാത്രമല്ല, കുറച്ച് പണം കൂടി ഇളയച്ചിന്റെ കയ്യില് അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. അത് ഉടനെ തന്നെ ശ്രുതിയുടെ കയ്യിലെത്തും. അത് വെച്ചിട്ട് ഞങ്ങൾ ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി പോവാണ്. ഇത് കേൾക്കുമ്പോ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷായേ. ശ്രുതിയെ കളിയാക്കുന്നവര് എല്ലാവരും മൂക്കിൽ കൈവയ്ക്കുന്നത് പോലെ ഞങ്ങളൊരു ബിസിനസ് ആരംഭിക്കും എന്നുള്ള കാര്യം പറയുമ്പോ, അതാണല്ലോ അമ്പലത്തിന്റെ പടിക്കൽ പോയിരുന്നിട്ട് എല്ലാവരും മൂക്കിൽ കൈവയ്ക്കുന്ന രീതിയിൽ ബിസിനസ് തുടങ്ങിയത്. അപ്പോഴേക്ക് ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട്. ആന്റി, ഇനി ആരും ശ്രുതിയെ കുറിച്ചിട്ടൊന്നും സംസാരിക്കണ്ടെന്ന് പറയണം. മറ്റുള്ളവർ കൊടുക്കുന്നതിനേക്കാൾ ഡബിൾ മടങ്ങ് ഇനി ഞങ്ങള് വീട്ടിലെ ചെലവിന് കൊടുക്കാൻ വേണ്ടി പോവാന്നും കൂടി ശ്രുതി പറയാണേ. ഇത് കേൾക്കുന്ന സമയത്ത് സച്ചിക്കും അതുപോലെ ശ്രീകാന്തിനും ചിരിയാണ് കേട്ടോ വരുന്നത്. തുടർന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയില്ല നീ ചെയ്യൂ എന്നുള്ള കാര്യം. അവൻ പറയുന്നതൊന്നും നീ ചെവിക്കൊള്ളണ്ട. ഇപ്പൊ എനിക്ക് എന്തോരം സന്തോഷമായി എന്നുള്ള കാര്യം അറിയോ? ഞാൻ വിചാരിച്ചു നിന്റെ അച്ഛൻ എന്താ ഈ ഭാഗത്തേക്ക് വരാത്തത്, നിന്നെ കുറിച്ചിട്ട് ഒരു ആശങ്കയും ഇല്ലല്ലോ എന്നും നിന്റെ അച്ഛൻ ശരിക്കും ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വരെ ഞാൻ ചിന്തിച്ചു തുടങ്ങിയായിരുന്നു. എന്നാൽ ഇപ്പോഴാണ് നിന്റെ അച്ഛൻ കാര്യങ്ങളെല്ലാം വെടിപ്പ് പോലെ ചെയ്യുന്നത്. തുടർന്ന് നമ്മുടെ രവി ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി, ഈ പണം വെച്ചിട്ട് നീ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നാണേ. ഇത് കേൾക്കുമ്പോ ശ്രുതി പറയുന്നത് എന്താണെന്നറിയോ? ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്നിട്ടോ. അത് കേട്ട ഉടനെ തന്നെ രവി ഇരുന്നോടത്ത് അങ്ങ് എണീക്കുകയാണേ. ശ്രുതിയുടെ മറുപടി കേൾക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഭയങ്കര കാര്യമായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ ആകെ കലിപ്പോട് നോക്കുകയാണ്. അതുപോലെ തന്നെ ശ്രുതിയും. ഇവന് പണം ചെലവാക്കാനല്ലാതെ അത് വെടിപ്പോട് കൂടിയിട്ട് എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം അറിയില്ല. ഈ പണം മറ്റുള്ളവരുടെ കയ്യിൽ കൊടുത്തിട്ട് പറ്റിക്കപ്പെടേണ്ടിരുന്ന നല്ലതെന്നും കൂടി പറയാണ് കേട്ടോ സച്ചിയുടെ സംസാരം കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, അവരുടെ കാശ് അവരെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, നിങ്ങൾ ചുമ്മാ മിണ്ടാതിരിക്കേ. നിങ്ങൾ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അസൂയ എന്നുള്ള കാര്യം ഓരോരുത്തർ പറയാൻ തുടങ്ങും. തുടർന്ന് രവി പറയുന്നുണ്ട്, ശ്രുതി, അവര് ജയിലിൽ നിൽക്കുന്ന സമയത്തും നിന്നെ വിശ്വസിച്ചിട്ടാണ് അവര് പണം അയച്ചിരിക്കുന്നത്. ഇത്തവണെങ്കിലും നീ ആലോചിച്ചൊരു തീരുമാനം എടുത്ത് നല്ലൊരു ബിസിനസ് തുടങ്ങ്. അതൊക്കെ അവൻ തുടങ്ങിക്കോളും. ഞാന് അവൾക്ക് കാപ്പ് കിട്ടിയ നേരം അവർക്ക് നല്ല നേരം തുടങ്ങിയെന്നും ഈ പണം ഒരേ മാസം കൊണ്ട് തന്നെ അവരെ ഇരട്ടിയായിട്ട് മാറ്റുന്നൊക്കെ വലിയ പത്രാസോട് കൂടിയിട്ട് പറയാനുട്ടോ ചന്ദ്ര. എന്തായാലും ശ്രുതി ചേച്ചി പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോലെ കൺഗ്രാചുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് വർഷ അരികിലേക്ക് ചന്ദ്ര കൈ കൊടുക്കുന്നുണ്ട് കേട്ടോ. വർഷ ചെയ്യുന്നത് കാണുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, നീ പഠിച്ചവളാണ്, നിനക്കെല്ലാം അറിയാം, അതുകൊണ്ടാണ് നീ വന്നിട്ട് കൺഗ്രാചുലേഷൻസ് ഒക്കെ പറഞ്ഞത്. പക്ഷെ ചിലരൊക്കെ അസൂയ കൊണ്ട് മിണ്ടാതിരിക്കുന്നത് കണ്ടില്ലേ?
അയ്യോ രേവതി, അത് നിന്നെ കുറിച്ചാ പറഞ്ഞെന്നുള്ള കാര്യം സച്ചി പറയുന്ന സമയത്ത് അറിയാൻ സച്ചേട്ടാ, അല്ലെങ്കിലും അമ്മ ഇത്ര സ്നേഹത്തോട് കൂടിയിട്ട് വേറെ ആരെ കുറിച്ചാ പറയാൻ വേണ്ടി പോകുന്നത്? ശ്രുതി, എനിക്ക് അങ്ങനെ പറയാനൊന്നും അറിയില്ല, പക്ഷെ എന്തായാലും നീ തുടങ്ങാൻ പോകുന്ന ബിസിനസ് നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് ഞാൻ ദൈവത്തിനടുത്ത് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശരി ശരി, നീ കൂടുതൽ സംസാരിച്ചുകൊണ്ട് നിൽക്കാതെ. അവര് ടയേർഡായിട്ട് വന്നതല്ലേ ജ്യൂസ് എടുക്കാൻ വേണ്ടി പറയുമ്പോ സച്ചി പറയുന്നുണ്ടേ, ഒരു മണ്ഡലം 48 ദിവസമാണല്ലോ വ്രതം, അത് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നീ വെറുതെ ഓരോന്ന് ചെയ്തിട്ട് അവർക്ക് വന്നു ചേർന്ന കാശ് തിരികെ പോവണ്ട. ഇവളടുത്ത് പറഞ്ഞിരിക്കുന്ന എന്നെ വേണം പറയാൻ വേണ്ടിയിട്ട്. എന്തായാലും പണം വന്നു ചേർന്നല്ലോ, അതോടുകൂടിയിട്ട് എല്ലാം വഴിപാടും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ തന്നെ പോയിട്ട് ഇട്ടിട്ട് വരാന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി തന്നെ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണേ. അത് കഴിഞ്ഞ് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മേടിച്ചൊരു ഷർട്ടൊക്കെ രവിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് നമ്മുടെ സച്ചിയുടെ സംശയം തീർന്നിട്ടില്ല കേട്ടോ. സച്ചിയുടെ നോട്ടം കാണുന്ന സമയത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താടാ എന്ന്? അല്ല, നിന്റെ അമ്മായിയപ്പൻ നിനക്ക് വേണ്ടിയിട്ട് പണം അയച്ചോടാ? ആടാ എന്നുള്ള കാര്യം പറയുന്നുണ്ടെങ്കിലും ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി ഒരു നോട്ടം നോക്കി. സച്ചിയുടെ ചോദ്യം കൂടി കേൾക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. തുടർന്ന് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ കാണിക്കുന്നത്. രേവതി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അതേസമയം നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ കയ്യിലുള്ള വള ഊരിയിട്ട് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രേവതി പറയുന്നുണ്ട്, ഇപ്പൊ തന്നെ ഭയങ്കര ചൂടാണ്, നിങ്ങൾക്ക് പോകുന്ന സമയത്ത് ഞാൻ മോരുവെള്ളം കലക്കി തരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതിയെ കണ്ടുടനെ വാ വാ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് ഇരുത്തുവാണേ. എന്താ കാര്യം എന്ന് വെച്ചാൽ പറയാന്നുള്ള കാര്യം രേവതി പറയുമ്പോ സച്ചി ആദ്യം പോയിട്ട് ഡോറ് ക്ലോസ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. നീ എന്താ വിചാരിക്കുന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതല്ലേ ഞാൻ പറഞ്ഞത് മോരും വെള്ളം ബോട്ടിലാക്കി തരാ എന്നുള്ള കാര്യം. അയ്യോ, അതിനെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്. സുധിയുടെ ഭാര്യ മലേഷ്യയിൽ നിന്ന് പണം വന്നു എന്നുള്ള കാര്യം പറഞ്ഞില്ലേ, അതിനെക്കുറിച്ച് നീ എന്താ വിചാരിച്ചത്? ഇതിലിപ്പോ ഞാൻ എന്ത് കരുതാനാണ്? അവളുടെ അച്ഛൻ അവൾക്ക് പണം അയച്ചു കൊടുത്തു. എനിക്കെന്തോ അത് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. ഇത്രയും നാള് പണം അയക്കാതെ ജയിലിലേക്ക് പോയതിനു ശേഷം എങ്ങനെയാ അവര് പണം അയക്കുന്നത്? അത് അവര് പറഞ്ഞില്ലേ സച്ചേട്ടാ, അവരുടെ ഇളയച്ചിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ പോയെന്നുള്ള കാര്യം. അയാള് ഇളയച്ചനാണോ എന്നുള്ള കാര്യം എനിക്ക് നല്ല സംശയമുണ്ട്. അങ്ങനെ കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വന്ന സമയത്ത് അവര് പണം തരേണ്ടതല്ലേ? അത് മാത്രമല്ല, അവര് തലമുട്ടടിക്കാൻ വേണ്ടിയിട്ട് പഴനിക്ക് പോയെന്നുള്ള കാര്യം പറഞ്ഞില്ലേ, പിന്നെ എങ്ങനെ അവര് കാശ് അയക്കുന്നത്? സച്ചേട്ടാ മുന്നേ കൊടുത്തിട്ട് പോയിട്ടുണ്ടാകും, ചിലപ്പോ ഇങ്ങോട്ട് വരുന്ന സമയത്ത് മറന്നതായിരിക്കും, അതുകൊണ്ട് അവരിപ്പൊ അയച്ചു. നീ എന്തിനാ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് വക്കീലിനെ പോലെ? സച്ചേട്ടൻ എന്തിനാ ഇപ്പൊ ഇത്രയും ചോദ്യമൊക്കെ ചെയ്യുന്നത്? അത് അവരുടെ സ്വന്തം കാര്യമാണ്, അത് വിട്ടേക്ക്. അതെങ്ങനെ സ്വന്തം വിഷയമാവുന്നത്? എന്റെ അച്ഛന്റെ പണം എടുത്തിട്ടാണ് പോയിരിക്കുന്നത്, ഇന്ന് വരെ ആ പണം തിരികെ കൊടുത്തിട്ടില്ല. പെട്ടെന്ന് അമ്മായിപ്പം പണം കൊടുത്തു എന്നും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു പറയുന്നു. ഇതില് വേറെ എന്തൊക്കെയോ ഉണ്ട്. 2 കേടികളും കൂടി ചേർന്നിട്ട് നമ്മളടുത്ത് കള്ളം പറയാന്ന് എനിക്ക് തോന്നുന്നത്. സച്ചിന് മാത്രം എന്താ ഇങ്ങനെ എല്ലാ കാര്യം തോന്നുന്നത്? സുധിയെ കുറിച്ചിട്ട് നിനക്ക് ശരിക്കും അറിയില്ല രേവതി. അവൻ ഒരിക്കലും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കില്ല. അവൻ ബിസിനസ് തുടങ്ങിയിട്ട് ഈ ജന്മം അച്ഛന് പണം കൊടുക്കുന്നാണോ വിചാരിക്കുന്നത്? അങ്ങനെയൊന്നും ഇല്ല, എനിക്കതൊന്നും തോന്നുന്നില്ല. നിങ്ങളുടെ ഏട്ടൻ ചിലപ്പോ അങ്ങനെ ആയിരിക്കും, പക്ഷെ ശ്രുതി എന്തിനാ കള്ളം പറയുന്നതെന്ന് ചോദിക്കുമ്പോ രേവതി, എന്റെ ചേട്ടനുണ്ടല്ലോ അത്ര പ്രശ്നമല്ല, എന്നാല് ആ പൗഡർ എടുത്തില്ലേ അത് കൂടിയനാണ്. അയ്യോ സച്ചേട്ടാ ഒന്ന് മെല്ലെ പറ, അവര് കേൾക്കും. കേക്കട്ടെ. അതിന് ഭയങ്കര ക്രിമിനൽ ബുദ്ധിയാണ്. നമ്മുടെ കട ഇവിടുന്ന് എടുത്തോണ്ട് പോകാനുള്ള ഒരേ ഒരു കാരണം അതാണെന്നാണ് എനിക്ക് സംശയം. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഇങ്ങനെ സംശയമാണല്ലോ, കുറച്ചെങ്കിലും മനുഷ്യനെ വിശ്വസിക്കാൻ വേണ്ടി പറയാണേ രേവതി. ചില പേരുടെ മേലൊക്കെ വിശ്വാസം വെക്കണം, പക്ഷെ ചില പേരുടെ മേല് എപ്പോഴും ഒരു സംശയം വേണം. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് വേറെ എന്തൊക്കെയോ കളി പ്ലാൻ ചെയ്യാണ്. ഇപ്പൊ എന്താ ആ കാശ് അവര് കൊള്ളടിച്ചിട്ട് വരികയാണെന്നുള്ള കാര്യമാണോ സച്ചേട്ടൻ പറയുന്നത്? ആദ്യങ്ങള് വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യും. എന്തായാലും ഈ പണം പൗഡർ എടുത്തിട്ട് അച്ഛനാ കൊടുത്തെന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല. അതെന്തെങ്കിലും ആവട്ടെ സച്ചേട്ടാ, അത് അവരുടെ പണമാണ്, അവരെന്തെങ്കിലും ചെയ്യട്ടെ. ഇപ്പോഴാണ് വീട്ടിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നത്. ശ്രീകാന്തും വർഷയും തിരികെ വീട്ടിലേക്ക് വന്നതിന് ശേഷം വീട് കുറച്ച് ശാന്തമായിട്ടിരിക്കുകയാണ്. നിങ്ങൾ വെറുതെ ഓരോന്ന് ചോദിക്കാനോ പറയാനെന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് ഓരോരോ പ്രശ്നം ഉണ്ടാക്കരുത്, മനസ്സിലായോ? നിനക്കെന്താ എന്നെ കണ്ടിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ആളെ പോലെയാണ് തോന്നുന്നത്? അയ്യോ പാവം, നിങ്ങളെ വലിയ സമാധാന മനുഷ്യനല്ലേ. എന്ത് ചെയ്യരുതെന്നുള്ള കാര്യം പറയുന്നു, അത് ആദ്യം നിങ്ങൾ ചെയ്തിട്ട് വന്ന് നിൽക്കും. ഇതുവരെ നീ പറഞ്ഞ എന്ത് കാര്യം ഞാൻ ചെയ്യാണ്ടിരിക്കുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോ, എന്റെ അച്ഛൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നീ പറയുന്ന കാര്യങ്ങളല്ല ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. അതൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ ചില സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര വാശിയാണ്. നിങ്ങൾ എപ്പോഴും ഒരുപോലെ നിന്ന് കഴിഞ്ഞാൽ നന്നായിരിക്കും. എപ്പോഴും ഒരുപോലെ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നടുറോട്ടിൽ പോയിട്ട് പ്രതിമ പോലെ നിൽക്കണം. മനുഷ്യരാവുന്ന സമയത്ത് ഓരോരോ സമയത്ത് എന്തെല്ലാം ഇമോഷൻസ് ആണോ വരുന്നത് അത് കാണിക്കുക തന്നെ ചെയ്യും. സച്ചേട്ടന് കോപം എന്നുള്ള ഒറ്റ ഇമോഷനല്ലേ കൂടുതലായിട്ട് വരുന്നത്. ആ ഇമോഷൻ മാത്രമല്ല, എനിക്ക് വേറെ ഇമോഷനും വരുന്നുള്ള കാര്യം സച്ചി പറയുമ്പോ അതെന്ത് ഇമോഷനാണ്, അത് വാക്കുകൊണ്ട് പറയാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കാൻ പോകുമ്പോഴേക്കും വയറിനൊരു കുത്തു കൊടുക്കാണ് കേട്ടോ രേവതി. എന്താ രേവതി കുത്തുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ
ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട്. ഏത് ഇമോഷൻ എപ്പോഴാ കാണിക്കേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ കുറച്ച് മനസ്സിലാക്കിക്കൊള്ളൂ. ഇപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോൾ നമ്മുടെ കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി. ദയവേത് ശ്രുതിയുടെ കാര്യത്തിൽ ഇടപെടരുത്. രേവതി, നിനക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവാത്തതുകൊണ്ടാണ്. ആ പണത്തിന്റെ കാര്യത്തിൽ ഇവർ രണ്ടുപേരും കൂടി എന്തൊക്കെയോ പണി ഒപ്പിക്കുന്നുണ്ട്. ഉടനെ തന്നെ അതെന്താന്നുള്ള കാര്യം കണ്ടുപിടിക്കണമെന്ന് പറയുന്ന സമയത്ത് ഈ പോലീസിന്റെ പണി നിങ്ങളൊന്ന് നിർത്ത് സച്ചിയേട്ടാ. ആവശ്യമില്ലാതെ എന്തിനാ അതിന്റെയൊക്കെ പുറകെ പോകുന്നത്? ഞാൻ തുണി വിരിച്ചിട്ട് നിങ്ങൾക്ക് ചായ എടുത്തു തരാം. നിങ്ങള് ആദ്യം പോയി കുളിച്ചിട്ട് കാർ ഓടിക്കാനുള്ള പണി നോക്ക് എന്ന് പറഞ്ഞ് രേവതി അവിടെ നിന്ന് പോവാണേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. രേവതി ചേച്ചി, നല്ല സ്മെല്ലുണ്ടല്ലോ എന്ന് വർഷ ചോദിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇന്ന് എഗ് റോസ്റ്റ് ആണ് ഉണ്ടാക്കിയെന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്ക് ചന്ദ്രമതി വരുന്നുണ്ടേ. ഫുഡ് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് എന്താ പറഞ്ഞാലെന്ന് ആദ്യം ചോദിക്കുകയാണേ. എവിടെ ശ്രുതി? അവർ രണ്ടുപേരും റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല എന്ന് രേവതി പറയുമ്പോഴേക്കും സുധീന്ന് വിളിച്ചുകൊണ്ട് ചെല്ലുവാണ് കേട്ടോ ചന്ദ്ര. ഇത് കാണുന്ന സമയത്ത് സച്ചി വയ്ക്കുന്നുണ്ട് കേട്ടോ. അല്ല അച്ഛ, ഇന്ന് മര്യാദ കുറച്ച് കൂടുതലാണല്ലോ. അത് നിനക്ക് മനസ്സിലായില്ലേടാ? മലേഷ്യയിൽ നിന്ന് പണം വന്നില്ലേ എന്നുള്ള കാര്യം ചോദിക്കണേ. ഓ, അപ്പൊ അമ്മയല്ല സംസാരിക്കുന്നത്, പണമാണല്ലേ സംസാരിക്കുന്നത്. സച്ചി വെറുതെ അവളുടെ ചെവിയിൽ കേൾക്കാൻ നിൽക്കണ്ട, നീ ഇരുന്ന് കഴിക്കാൻ നോക്കടാ. അങ്ങനെ ചന്ദ്രമതി ചെന്നിട്ട് ആനയിച്ചു കൊണ്ടുവരാണ് കേട്ടോ ശ്രുതിയെയും അതുപോലെ സുധിയെയും കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ ചന്ദ്രമതി. അങ്ങനെ ശ്രുതിക്കാണെങ്കിൽ വ്രതമാണല്ലോ 48 ദിവസത്തെ. ചന്ദ്രമതി പറഞ്ഞെടുപ്പിക്കുന്നത് തന്നെയാണ്. പക്ഷെ മുട്ടയൊക്കെ നന്നായിട്ട് വിളമ്പി കൊടുക്കുന്നത് കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കണേ. എന്താ നിങ്ങൾ എല്ലാവരും നോക്കി നിൽക്കുന്നത്? ശ്രുതി രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്ന് ജോലി ചെയ്യുന്നതാണ്. അപ്പോ ശരീരത്തിൽ നല്ല ശക്തി വേണ്ടേ? അച്ഛ, അമ്മയ്ക്ക് ഓർമ്മശക്തിയുടെ മരുന്ന് മേടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. നീ എന്താടാ പറഞ്ഞെന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോൾ 48 ദിവസം പൗഡർ അടുത്തേക്ക് വ്രതമല്ലേ, അതിലാണോ അമ്മ കൊണ്ടുപോയിട്ട് മുട്ട വെക്കുന്നത്? ഇനിയും കാപ്പ് അഴിച്ചു മാറ്റിയിട്ടില്ല, അതിനു മുമ്പ് തന്നെ നിങ്ങൾ നോൺ വെജ് കഴിപ്പിക്കുകയാണോ? അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പരിഹാരത്തിന്റെ പവർ പോയാലോ? മലേഷ്യക്കാരൻ അയക്കേണ്ട ബാക്കി പൈസ വരില്ല എന്നൊക്കെ സച്ചി പറയാണ് കേട്ടോ. ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്രമതി ആണെങ്കിൽ അയ്യോ ശ്രുതി, ഞാൻ നീ വ്രതം എടുക്കുന്ന കാര്യം മറന്നുപോയി. രേവതി, പിന്നെ ഇതിനെ നീ മുട്ട ഉണ്ടാക്കിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അമ്മ ഞാൻ മുട്ട ഉണ്ടാക്കിയത്. അവർക്ക് വേണ്ടി ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് രേവതി പറയാണേ. തുടർന്ന് ശ്രുതിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ശ്രുതി പറയുന്നുണ്ട്. അമ്മേ, ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് മുട്ട വെജിറ്റേറിയൻ ആണെന്നുള്ള കാര്യം, അതുകൊണ്ട് കഴിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ എടാ മുട്ട ഇടുന്നത് കോഴിയല്ലേ, ആ കോഴിയും വെജിറ്റേറിയൻ ആവില്ലേ? അപ്പോ കോഴിയും കഴിച്ചൂടെ? വ്രതം തെറ്റിക്കേണ്ട ശ്രുതി, നീ ഇതൊന്നും കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പ്ലേറ്റ് മാറ്റി കൊടുക്കുവാണ് കേട്ടോ. സച്ചി അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ പ്ലേറ്റിലുള്ള മുട്ട എടുത്തിട്ട് നീ കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് കഴിക്കുവാണേ. ശ്രുതി മുട്ടക്കറി കൂട്ടുമ്പോഴേക്കും അതല്ല ഇത് ചട്നി എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, ചെറുപ്പത്തിലൊക്കെ ഇവനാണല്ലോ മുട്ട കൂടുതൽ മേടിച്ച് കഴിക്കാറ്. എനിക്ക് വെജിറ്റേറിയൻ മതി, വെജിറ്റേറിയൻ ശരീരത്തിന് നല്ലതാണ്, അതും ഞാൻ സന്തോഷത്തോടു കൂടി കഴിക്കുന്നുള്ള കാര്യം പറയുമ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, സുധേട്ടൻ എന്താ അത്രയും സന്തോഷം? അല്ല, ഇത്രയും നാളെ ഞാൻ ജോലിയും കൂലിയൊന്നും ഇല്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമായിരുന്നു. എന്നാ ഇപ്പോ എന്റെ പേരിൽ 15 ലക്ഷം രൂപ പണം വന്നിട്ടുണ്ട്, അതെനിക്ക് വലിയ കോൺഫിഡൻസ് തരുന്നുണ്ടെന്ന് പറയാണ്. ഇത്രയും നാൾ കളിയാക്കി സംസാരിച്ചിട്ട് വായ അടയ്ക്കാൻ വേണ്ടി പോവാണെന്നൊക്കെ പറയാണ് കേട്ടോ. ശ്രുതിയുടെ വായിൽ നിന്ന് അറിയാതെ അബദ്ധം വീണു പോയത് നമ്മുടെ ശ്രുതിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. ശരിയാണ്, ഇതാ മുട്ട ഞാൻ വായിലിട്ട് വായ അടച്ചു എന്ന് പറയുമ്പോൾ നീ എന്താടാ തമാശ പറയുകയാണെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുകയാണേ. എന്തായാലും ഇതൊന്നും ഇനി എന്നെ ബാധിക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന് ശ്രുതി പറയുമ്പോൾ എടാ അവൻ അസൂയ കൊണ്ട് എന്തൊക്കെയോ പറയാണെന്നുള്ള കാര്യം ചന്ദ്രമതി ശ്രുതിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ശ്രുതി, നിനക്ക് നല്ല നേരം ആരംഭിച്ചു. എന്തായാലും നിനക്ക് നിന്നോട് നിന്റെ അമ്മായിച്ചിന് ഭയങ്കര സ്നേഹമുണ്ട് എന്നും അവര് നാട്ടിലില്ലെങ്കിലും എന്താ നിനക്ക് വേണ്ടിയിട്ട് പൈസ അയച്ചു തന്നില്ലേ? അവര് വലിയ നല്ലവരാണെന്നുണ്ടെങ്കിൽ 25 ലക്ഷം രൂപയല്ലേ അയച്ചിട്ടുള്ളൂ. എന്നാ എന്റെ അച്ഛൻ വെറും KSRTC ഡ്രൈവർ ആയിരുന്നു, അദ്ദേഹം ഇവന് 50 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്, അതാണ് വലിയ കാര്യം എന്ന് സച്ചി പറയുന്നുണ്ട്. എന്തിനാടാ ഇപ്പൊ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് രവി ചോദിക്കുമ്പോ അവന് അല്ലെങ്കിൽ അസൂയാണെന്നൊക്കെ പറയണേ ചന്ദ്ര, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്റെ പേരിൽ വന്ന പണം വെച്ചിട്ട് ഞാൻ എങ്ങനെയാ ജീവിച്ച് കാണിക്കാൻ വേണ്ടി പോകുന്നുള്ള കാര്യം കണ്ടോ എന്നുള്ള കാര്യം വീണ്ടും നമ്മുടെ സുധീയുടെ വായെന്ന് വീഴാണ് കേട്ടോ. അപ്പോഴേക്ക് സച്ചി ചോദിക്കുന്നുണ്ട്, എന്ത് നിന്റെ പേരിലാണോ വന്നത്? അച്ഛാ, എനിക്കൊരു ഡൗട്ട്. എന്താണ് ഡൗട്ട് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അച്ഛൻ എനിക്കിപ്പോ പണം തരും, എത്ര പണം വേണ്ടടാ? എന്റെ കയ്യിൽ പൈസ ഇല്ല, അക്കൗണ്ടിലാണ് ഉള്ളതെന്നുള്ള കാര്യം പറയുന്ന സമയത്ത് അച്ഛ, ഞാനൊരു ഉദാഹരണം പറയാണ്. അച്ഛൻ എനിക്കിപ്പോ പണം തരുന്നുണ്ടെങ്കിൽ അച്ഛൻ ആർക്കാ പണം കൊടുക്കുക എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നിനക്ക് തന്നെ. കറക്റ്റ് രേവതി, നിന്റെ അമ്മ നിനക്ക് പണം തരുന്നുണ്ടെങ്കിൽ ആരെടുത്താ തരുക എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇതിലെന്താ സംശയം? എനിക്ക് തന്നെ. തുടർന്ന് വർഷയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. മനസ്സിലായി, എന്റെ വീട്ടുകാർ എനിക്ക് പണം തരുന്നുണ്ടെങ്കിൽ എന്റെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് ഇട്ട് തരിക. ഇതിപ്പോ എന്തിനാ എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നത്? എല്ലാത്തിനും ഒരു കാരണമുണ്ട്. അവരുടെ അച്ഛനും അമ്മയും അവരുടെ മക്കൾക്ക് കാശ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ പേരിലല്ലേ അയക്കുക. നീ എന്താണ് ഇങ്ങനെ കുഴപ്പിച്ച് ചോദിക്കുന്നത് എന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോ അല്ല അച്ഛാ, പൗഡർ എടുത്തിട്ട് അച്ഛന് അവർക്ക് പണം അയക്കാതെ എന്തിനാണ് ഇവന്റെ അക്കൗണ്ടിലേക്ക് അയച്ചത്? ഇത് കേൾക്കുമ്പോൾ ശ്രുതിയോ അതുപോലെ സുധിയോ
ആകെ പെട്ട അവസ്ഥയിലാവണേ. നമ്മുടെ സച്ചി ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും തെളിയിച്ച് കാണിക്കുമല്ലോ. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കേൾക്കാട്ടോ. സച്ചി ദേഷ്യക്കാരനാണെന്നുണ്ടെങ്കിൽ പോലും സച്ചിയുടെ സംശയങ്ങളൊക്കെ സത്യമായിട്ട് തന്നെ വരുന്നുണ്ടല്ലോ. ആ സച്ചിയുടെ സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലയോ എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യണേ.